Welcome to LearnMate Consultant, empowering careers with expert training. ഡിപ്ലോമ ഇൻ ടാലി കോഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ടാലി പ്രൈം ഉപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മുൻകഴിഞ്ഞു പോയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ് ടാലി പ്രൈം എന്നുള്ളതും ഇത് ഉപയോഗിക്കുന്ന മേഖലകളെ പറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റത്തിൽ ഇത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ടാലി പ്രൈമിൽ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ടാലി പ്രൈം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ മുൻകഴിഞ്ഞു പോയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെ നമ്മളുടെ സിസ്റ്റത്തിൽ നമുക്ക് ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം നമ്മളിവിടെ ഒരു പ്രാക്ടിക്കൽ സെഷനാണ്, തിയററ്റിക്കൽ സെക്ഷനേക്കാൾ ഉപരി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ നമ്മുടെ ടാലി പ്രൈം ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ക്രിയേറ്റ് കമ്പനി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കമ്പനി ഡേറ്റ പാത്ത് എന്നുള്ളത്. ഈ കമ്പനി ഡേറ്റ പാത്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ സേവ് ചെയ്യുന്ന കമ്പനികളുടെ ഡീറ്റെയിലുകൾ ആ ഒരു ലോക്കൽ ഡിസ്ക് സിയിൽ ആ കാണിച്ചിട്ടുള്ള ഫോൾഡറുകളിലേക്കാണ് ക്രമീകരിക്കപ്പെടുക. നമുക്ക് വേണമെങ്കിൽ അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫോൾഡറുകളിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത് കമ്പനി നെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കമ്പനി നെയിം, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാനൊരു ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് നോക്കാം, കൊടുക്കാം. ഓക്കെ, സോ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അഡ്രസ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അഡ്രസ്സ് കൊടുക്കാം. സോ ഇതിൽ സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്, കൺട്രി ഇൻബിൽഡ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ കൺട്രിയിൽ ടാപ്പ് ചെയ്തിട്ട് കൺട്രി അവിടെ നിന്ന് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. സോ സ്റ്റേറ്റിനകത്ത് നമ്മൾ കേരള സെലക്ട് ചെയ്തു. പിന്നെ പിൻകോഡ് ചോദിക്കുന്നുണ്ട്, നമ്മളൊരു പിൻകോഡും കൊടുത്തു. സോ അതിനുശേഷം ഒരു ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോൺ നമ്പർ എന്ത് ചെയ്യുക, അവിടേക്ക് ടൈപ്പ് ചെയ്യുക. സോ ഇമെയിൽ, വെബ്സൈറ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ബേസ് കറൻസി സിമ്പലും അതുപോലെ ഫോമൽ നെയിമും. നമ്മുടെ ഇന്ത്യ കൊടുത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ സിമ്പലും അതിൻ്റെ ഫോമൽ നെയിമും വന്നത്. നമുക്ക് വേണമെങ്കിൽ അതാണ് ഈ കൺട്രി നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പം നമ്മൾ സൗദി അറേബ്യ എന്നുള്ളത് കൊടുത്തു. സോ നിങ്ങൾക്ക് കാണാം സൗദി അറേബ്യ കൊടുത്തപ്പം അതിൽ വന്ന മാറ്റം കണ്ടില്ലേ, ഫോമൽ നെയിം മാറി, സൗദി അറേബ്യൻ റിയാൽ എന്നായി, കറൻസിയുടെ സിമ്പലും മാറി. സോ നമുക്ക് അത്തരത്തിൽ നമുക്ക് ഏത് കൺട്രിയാണോ കൊടുക്കേണ്ടത് അത്തരത്തിൽ നമുക്ക് കൺട്രി കൊടുത്തുകൊണ്ട് അതിനെ ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് സ്വിച്ച് ചെയ്തു. സോ ഇതിൽ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 1 ഏപ്രിൽ 2024 എന്നുള്ളത്. സോ അതിൽ അങ്ങനെ തന്നെ ആയതുകൊണ്ട് നമ്മൾ അതിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്സ് ബീനിങ് ഫ്രം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് കൊടുക്കാൻ പോകുന്നത് 1 മെയ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ 1 മെയ് കൊടുത്തു. സോ ഇനി കമ്പനി ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം കമ്പനി ക്രിയേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സുകളുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് കുറേ ഫീച്ചേഴ്സ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക. ഇതിൽ ആദ്യം തന്നെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എന്നുള്ളതുണ്ട്, ബിൽ വൈസ് എൻട്രി ഉണ്ട്. സോ ഇതൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കലി എനേബിൾഡ് ആണ്.
സോ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് വന്നു. നമ്മുടെ GST എന്നുള്ളതിലേക്ക് പോയി. സോ GST സെലക്ട് ചെയ്ത ശേഷം അതിൽ നമ്മുടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. ഏതാണോ നമ്മുടെ സ്റ്റേറ്റ് അത് സെലക്ട് ചെയ്യുക. സോ ഇതിൽ രജിസ്ട്രേഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഈ രജിസ്ട്രേഷൻ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ റെഗുലർ ഉണ്ട്, കോമ്പോസിഷൻ ഉണ്ട്. അതായത് ഈ റെഗുലർ ആണെന്നുണ്ടെങ്കിൽ വൻകിട ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരെ സൂചിപ്പിക്കുന്നതാണ് റെഗുലർ. ചെറുകിട ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ അവിടെ കോമ്പോസിഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ റെഗുലർ സെലക്ട് ചെയ്യുന്നു. സോ അടുത്തതായിട്ട് GST ഇൻ നമ്പർ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ അടുത്തത് നമ്മുടെ ഈ ഒരു പീരീഡ് ചോദിക്കുന്നുണ്ട്. പീരീഡ് നമ്മളിപ്പം റെഗുലർ ആയതുകൊണ്ട് നമ്മൾ മന്ത്ലി ആയിരിക്കും കൊടുക്കേണ്ടത്. നേരെ മറിച്ച് രജിസ്ട്രേഷൻ ടൈപ്പ് കോമ്പോസിഷൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ക്വാർട്ടർലി എന്നുള്ളത് കൊടുക്കണം. ചെറുകിട ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ടൈപ്പിൽ കോമ്പോസിഷൻ കൊടുക്കുകയും അതിൻ്റെ പീരിയോഡിസിറ്റിയിൽ വന്നിട്ട് ക്വാർട്ടർലി കൊടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് അതേപോലെ തന്നെ GST യൂസർ നെയിം, മോഡ് ഓഫ് ഫയലിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ആവശ്യമായ നിലയിൽ കൊടുക്കുക. സോ ഞാൻ ഇവിടുന്ന് വന്നിട്ട് ഇത് സേവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആ GSTയുടെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓൺലൈൻ ആക്സസും അതർ ഫീച്ചേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇത്രയും കാര്യങ്ങളായി. ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിലോ നിങ്ങൾ ഈ ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഓപ്ഷൻസ് നമുക്ക് വേണ്ട കുറച്ച് ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എനേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കാണാം ഈ റൈറ്റ് സൈഡിൽ F3 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഇതെല്ലാം അടിച്ചിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അക്സെപ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇതിൽ റൈറ്റ് സൈഡിൽ F3 എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഈ F3 എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ ഈ F3യിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൾട്ടർ കമ്പനി എന്നുണ്ട്. സോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസുകൾ വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ജസ്റ്റ് ഡെമോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചതേ ഉള്ളൂ. സോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ എന്നുള്ളതുണ്ടല്ലോ, സോറി, ഈ Alt+K, അതായത് നമ്മുടെ ഇതിൽ ഈ ഓപ്ഷനിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓൾട്ടർ എന്നുള്ളത്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയിൽ ചേഞ്ചസ് കാര്യങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ Alt+Y, അതായത് ഡേറ്റ. ഇതിൽ നമ്മളുടെ ഡേറ്റാസ് ബാക്കപ്പ് ചെയ്യാൻ, റീസ്റ്റോർ ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ആണ് ഈ Y ഡേറ്റ എന്നുള്ളതിൽ ഉള്ളത്. അടുത്തത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ GoToയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നിവ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടാലി ERPയിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി എങ്ങനെ ഓൾട്ടർ ചെയ്യാം എന്നുള്ളതും പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഇന്ന് പരിചയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ടാലി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ഓരോ ക്ലാസ്സുകളും കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഡീപ്പായിട്ട് നമ്മൾ ഇതിലേക്ക് പോകുന്നില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി ഓൾട്ടർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി ഈ കമ്പനി ഡിലീറ്റ് ചെയ്യണം, ഷട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റൈറ്റ് സൈഡിൽ ഈ കമ്പനി എന്നുള്ള ഓപ്ഷനിൽ വരിക. സോ അതിൽ ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഷട്ട് എന്നുള്ളത്. Ctrl+F3 ഞെക്കി കഴിഞ്ഞാൽ കമ്പനി നമുക്ക് എന്ത് ചെയ്യാം, ഷട്ട് ചെയ്യാം. നമ്മുടെ കമ്പനിയുടെ ഡേറ്റാസ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഷട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഷട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളിവിടെ ഷട്ട് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഒരു ഡെമോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ കമ്പനി ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ. അപ്പോൾ തുടർന്ന് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ലേൺ ചെയ്യുക, ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. എനിവേ താങ്ക് യു.